എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 200 ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഒരേ ഒരു അപ്ഡേറ്റ് നോക്കുന്നുള്ളൂ. ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്വാമി പെപ്രയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. എന്തായാലും ക്വാമി പെപ്രയുടെ കോൺട്രാക്റ്റ് പുതുക്കാൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് മെയ് 2025 വരെയായിരുന്നു. സോ ആ ഒരു കോൺട്രാക്റ്റാണ് ബ്ലാസ്റ്റേഴ്സ് പുതുക്കാൻ നോക്കിയത്. ബട്ട് ബ്ലാസ്റ്റേഴ്സ് കൊടുത്ത ആ ഒരു ഓഫറിനോട് എന്താ പറയുക, ക്വാമി പെപ്ര തയ്യാറായില്ല അത് സൈൻ ചെയ്യാൻ, ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇത് 2026 അടുത്ത മെയ് വരെ ഒരു കോൺട്രാക്റ്റാണ് ബ്ലാസ്റ്റേഴ്സ് കൊടുക്കാൻ നോക്കിയത്. ബട്ട് പെപ്ര അത് താല്പര്യമില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും നല്ലൊരു കോൺട്രാക്റ്റ് കൊടുത്താലേ മിക്കവാറും ഇനിയും പെപ്ര ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു. കാരണം അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഒരു ആഫ്രിക്കൻ താരമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊക്കെ കുറച്ചാണ് പേ ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. ഒരു ആഫ്രിക്കൻ താരങ്ങളെ പണ്ട് ഐ ലീഗിലൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നവർക്ക് എന്താ പറയുക, യൂറോപ്യൻ താരങ്ങൾക്ക് കൊടുക്കുന്നത്ര പേ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ആ ഒരു സെയിം കാര്യം തന്നെയാണ് പെപ്രയ്ക്ക് എന്താ വലിയൊരു പേയ്മെൻറ്റ് ഇല്ല. അഡ്രിയാനോടൊക്കെ കിട്ടുന്ന പോലെയോ ഹീസസിന് കിട്ടുന്ന പോലെയോ അല്ലെങ്കിൽ നോവാസുദോയ്ക്ക് കിട്ടുന്ന പോലെ ഒരു പേയ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല. ബട്ട് പെപ്ര സ്റ്റിൽ നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതിന് കുറച്ചുകൂടെ കൂടുതൽ പേയ്മെൻറ്റ് ഒരു പക്ഷേ അദ്ദേഹം ചോദിച്ചാണ്. ബട്ട് അത് കൊടുക്കാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറായില്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പഴയ ആ ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് പെപ്രയ്ക്ക് കൊടുത്തിരിക്കുന്നത്. സൈൻ ചെയ്യാൻ പെപ്ര തയ്യാറല്ലെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും ഇങ്ങനെ ഒരു റൂമറാണ് പറഞ്ഞു നിൽക്കുന്നത്. ഇത് കൺഫേം ഒന്നുമല്ല, റൂമറായിട്ട് പറഞ്ഞു നിൽക്കുന്നൊരു കാര്യമാണ്. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയൊന്നും ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ക്വാമി പെപ്ര തുടരണോ വേണ്ട എന്ന കാര്യം നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് എന്താ പറയുക രേഖപ്പെടുത്തുക.